ഹായ്. ഒരു രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷേ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു പ്രദേശത്തിന്റെ ചരിത്രം തന്നെ മാറിമറിഞ്ഞു. വീടുകൾ, റോഡുകൾ, സ്വപ്നങ്ങൾ എല്ലാം ഒരു വലിയ ദുരന്തത്തിന്റെ മുന്നിൽ നിസ്സഹായമായി. ചൂരൽമല ദുരന്തം കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷേ ഒരു ചോദ്യം: ഉരുൾപൊട്ടൽ യഥാർത്ഥത്തിൽ എന്താണ്? ഇത് എങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ചില പ്രദേശങ്ങൾ കൂടുതൽ അപകട സാധ്യത ഉള്ളതായി പറയപ്പെടുന്നത്? ഇന്ന് അതാണ് പറയാൻ പോകുന്നത്. വെൽക്കം ടു വേൾഡ് സ്കോപ്പ് മലയാളം. മിസ്റ്ററി, സയൻസ്, ടെക്നോളജി, ഹിസ്റ്ററി, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്നിവ മലയാളത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ് സ്ലൈഡ് എന്നത് മണ്ണ്, കല്ല്, മരങ്ങൾ, വെള്ളം എന്നിവ വലിയ തോതിൽ മലഞ്ചെരിവിലൂടെ താഴേക്ക് പതിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ്. ഇത് വളരെ വേഗത്തിൽ സംഭവിക്കാം. ചിലപ്പോൾ ഏതാനും സെക്കൻഡുകൾ മാത്രം മതി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ മഴ കൂടുതലുള്ള മലനിരകളിൽ ഇതിന്റെ സാധ്യത കൂടുതലാണ്. ഒരു കാരണത്താൽ മാത്രം ഉരുൾപൊട്ടൽ ഉണ്ടാകാറില്ല. പല ഘടകങ്ങൾ ഒന്നിച്ചു വരുമ്പോഴാണ് അപകടം വർദ്ധിക്കുന്നത്. ആദ്യത്തെ കാരണം ശക്തമായ മഴയാണ്. മഴവെള്ളം മണ്ണിലേക്ക് കൂടുതൽ കയറുമ്പോൾ മണ്ണിന്റെ ശക്തി കുറയുന്നു. മണ്ണിന് കല്ലുകളെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കുറയുന്നു. അപ്പോൾ ഗുരുത്വാകർഷണത്തിന്റെ ശക്തിയിൽ മണ്ണ് താഴേക്ക് നീങ്ങാൻ തുടങ്ങും. ഇതാണ് ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണം. മരങ്ങൾ വെറും ഓക്സിജൻ നൽകുന്നവ മാത്രമല്ല, അവയുടെ വേരുകൾ മണ്ണിനെ ശക്തമായി പിടിച്ചു നിർത്തുന്നു. ഒരു മലഞ്ചെരുവിൽ ധാരാളം മരങ്ങളുണ്ടെങ്കിൽ മണ്ണ് കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. വനനശീകരണം നടക്കുമ്പോൾ മണ്ണിന്റെ സംരക്ഷണം കുറയുന്നു. അതുകൊണ്ടാണ് പരിസ്ഥിതി സംരക്ഷണവും ഉൾപ്പെടെയുള്ള അപകട സാധ്യതയും തമ്മിൽ നേരിട്ടുള്ള ബന്ധമുണ്ടെന്ന് വിദഗ്ധർ പറയുന്നത്. കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ ലോകത്തിലെ പ്രധാന ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഇതേ പ്രദേശങ്ങൾ ഉരുൾപൊട്ടലിലും സാധ്യതയുള്ളവയാണ്. കാരണം ശക്തമായ മഴ, കുത്തനെയുള്ള മലഞ്ചെരിവുകൾ, മണ്ണിന്റെ പ്രത്യേക ഘടന, കാലാവസ്ഥാ വ്യതിയാനം ഇവയെല്ലാം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതിനാൽ മഴക്കാലത്ത് ഈ പ്രദേശങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ചൂരൽമല ദുരന്തം ഒരു വാർത്ത മാത്രമല്ല, അത് പ്രകൃതിയെ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ്. ശാസ്ത്രീയ പഠനങ്ങൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന് ഈ സംഭവം നമ്മളെ കാണിച്ചു തരുന്നു. ചില സാഹചര്യങ്ങളിൽ ഉരുൾപൊട്ടലിന് മുമ്പ് ലക്ഷണങ്ങൾ കാണാം. മണ്ണിൽ വിള്ളലുകൾ ഉണ്ടാവുക, മരങ്ങൾ അപ്രതീക്ഷിതമായി ചെരിയുക, പുതിയ ജലപ്രവാഹങ്ങൾ രൂപപ്പെടുക, അസാധാരണ ശബ്ദങ്ങൾ കേൾക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കുകയും സുരക്ഷിത സ്ഥലത്തേക്ക് മാറുകയും വേണം. ഉരുൾപൊട്ടലുകൾ പൂർണ്ണമായും തടയാൻ എല്ലായ്പ്പോഴും കഴിയില്ല, പക്ഷേ അപകട സാധ്യത കുറയ്ക്കാൻ കഴിയും. മരങ്ങൾ സംരക്ഷിക്കുക, ശാസ്ത്രീയ പഠനങ്ങളെ മാനിക്കുക, അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണങ്ങൾ നിയന്ത്രിക്കുക, മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുക. ഇവയെല്ലാം ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. പ്രകൃതി നമ്മെ പല അത്ഭുതങ്ങളും സമ്മാനിക്കുന്നു, പക്ഷെ ചിലപ്പോൾ പ്രകൃതി തന്റെ ശക്തിയും കാണിച്ചു തരുന്നു. ചൂരൽമല ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയെ ബഹുമാനിക്കേണ്ടതും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതും ശാസ്ത്രീയ മുന്നറിയിപ്പുകൾ കേൾക്കേണ്ടതുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനിയും മിസ്റ്ററി, സയൻസ്, ടെക്നോളജി, ഹിസ്റ്ററി വിഷയങ്ങളിലെ വീഡിയോകൾക്കായി വേൾഡ് സ്കോപ്പ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ മിഥുൻ രാജ്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.